കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ, അതുകൊണ്ട് ചെയ്തതാണ്. അത്രയ്ക്കൊന്നും വാരിക്കോരി വയ്ക്കണ്ട, നല്ല സുഖമുണ്ടാവും. അബൌട്ട് ഒരു 1 year മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ടു ചേഞ്ച് ഐ കളർ യൂസിങ് ഹണി എന്ന് പറഞ്ഞിട്ട്. അതിന് ഇഷ്ടം പോലെ എൻക്വയറീസും ക്വസ്റ്റ്യൻസും കമൻസും ഒക്കെ വന്നിട്ടുണ്ട്. സോ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനും ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ വീഡിയോ ഫുള്ള് കാണാൻ ട്രൈ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മുമ്പത്തെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്നും കൂടി ഒന്ന് പോയിട്ട് കണ്ടിട്ട് വന്നോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ആൻഡ് കാണാത്തവർ കാണാൻ നിർബന്ധമൊന്നുമില്ല, ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹണി യൂസ് ചെയ്തിട്ട് ഐ കളർ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഇപ്പോൾ യൂട്യൂബിൽ നിറച്ച് വീഡിയോസ് ഇപ്പോൾ ആയി തുടങ്ങി. കുറച്ച് നാളായിട്ട് അത് ഇങ്ങനെ കൂടുന്നുണ്ട്. പല പല ലാംഗ്വേജസിൽ നമുക്ക് ആ വീഡിയോ കാണാം. അത് റോ ഹണി ഒന്നെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഐയിലേക്ക് ഒഴിച്ചിട്ട് എങ്ങനെ ഐ കളർ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തിട്ടൊരു വീഡിയോ ആണ്. സോ അന്ന് ഞാൻ വാരിക്കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് 2-3 ഡ്രോപ്പൊക്കെ മതിയായിരിക്കും. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ലൈക്ക് എങ്ങനെ ചെയ്യാൻ പാടും എങ്ങനെ ചെയ്യാൻ പാടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾക്കാർ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ തെറ്റിദ്ധരിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു മെയിൻ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് ബാക്കി നോക്കാം. അത് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എൻ്റെ ഐ കളർ ഇന്ന കളറാണ്, അതിൽ നിന്നും മറ്റേ കളറിലേക്ക് ആക്കുമോ, അല്ലെങ്കിൽ എൻ്റെ കളർ ഫോർ എക്സാമ്പിൾ ബ്ലാക്കാണ് ഐ കളർ ആൻഡ് അത് ഹണി യൂസ് ചെയ്തിട്ട് ബ്ലൂ ആക്കാൻ പറ്റുമോ, ഓർ ബ്ലാക്കിൽ നിന്നും ബ്രൗൺ ആക്കാൻ പറ്റുമോ, റെഡ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഹണി റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്, ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട് അതിന്. സോ ഹണി യൂസ് ചെയ്തിട്ട് നമ്മൾ ഐ കളർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐ കളർ ബ്ലാക്ക് ആണെങ്കിൽ, ബ്ലാക്ക് ഇൻ ദ സെൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്കിഷ് ബ്രൗൺ ആണ്, നമുക്ക് ടോർച്ച് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ കളറിൽ നിന്നും ഹണി റെഗുലറായിട്ടല്ല, ലൈക്ക് യൂസ് ചെയ്തിട്ട് ഐയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഡാർക്ക് ബ്രൗണിൽ നിന്നും ഒരു ലൈറ്റ് കളർ, ഒരു ലൈറ്റിഷ് ബ്രൗൺ കളറിലേക്ക് കൺവേർട്ട് ആവുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഈ ബ്ലാക്ക് കളറിൽ നിന്നും ഡയറക്റ്റായിട്ട് ബ്ലൂവിലേക്കൊന്നും മാറാനൊന്നും പോകുന്നില്ല. ആൻഡ് നിങ്ങളുടെ ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ അത് ലൈറ്റ് ബ്ലൂ ആവും, ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ അത് ലൈറ്റ് ഗ്രീൻ, അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ഒരു കളറിൽ നിന്നും മറ്റേ കളറിലേക്ക് മാറുന്നില്ല. അതിന് വല്ല സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റായിട്ട് കണ്ണിലേക്ക് വയ്ക്കുന്നത് ഭയങ്കര ഹാർംഫുൾ ആണ്, കണ്ണ് വെച്ചിട്ട് കളിക്കാൻ പാടില്ല, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ ഞാൻ കണ്ടു. സോ ഹണി എന്ന് പറയുന്നത് നാച്ചുറൽ ഒരു സംഭവമാണ്. ആൻഡ് അത് ഐ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആയുർവേദയിൽ യൂസ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റാണ് ഹണി. ഐ ഇൻഫ്ലമേഷൻ, ചൊറിച്ചിൽ, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ എന്താ പറയുക, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഐയിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹണി. സോ ഇത് കണ്ണിൽ ഒഴിച്ചുകൊണ്ട് ഒന്നും കണ്ണിന് കുഴപ്പം വരാൻ പറ്റുന്നില്ല. സംഭവം അത്രേ ഉള്ളൂ, അത് ഹണി തന്നെ ആയിരിക്കണം, അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ കൊണ്ട് കണ്ണിൽ ഒഴിച്ചാൽ ചിലപ്പോൾ കണ്ണിന് കേടുവരാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ ഇതെങ്ങനെയാണ് ആ പ്രീവിയസ് വീഡിയോ കാണാത്തവരുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്, ഹണി വെച്ചിട്ട് എങ്ങനെയാണ് കണ്ണ് ഐ കളർ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഹണി, ലൈക്ക് ഈ റോ ഹണി നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു 2-3 ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല എരിച്ചിലുണ്ടാവും, അത് അങ്ങനെ സെറ്റ് ചെയ്ത് കണ്ണടച്ച് കുറച്ചായിരിക്കാം. ഓർ എൽസ് കുറച്ചും കൂടി ആ ഒരു നീറ്റൽ മാറ്റാൻ വേണ്ടിയിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട്, കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് കുറച്ച് നാൾ ഇങ്ങനെ യൂസ് ചെയ്താൽ അതിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഐ കളർ ഡാർക്കിൽ നിന്നും കുറച്ചും കൂടി ലൈറ്റ് ആവും, അല്ലാണ്ട് വേറെ കളറായിട്ട് മാറില്ല. നോട്ട് ദ പോയിന്റ്. ആൻഡ് ഹണി റോ ആയിട്ട് കണ്ണിലേക്ക് വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ കുറച്ചെടുത്താൽ മതി, അത് കുറേ എടുത്തുണ്ടായിരുന്നു, ഒരു ഡ്രോപ്പ് മതിയാവും കണ്ണിലേക്ക് വെച്ചുള്ള. ഓക്കെ, സെറ്റ്. ആ കണ്ണ് കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, അപ്പം നല്ല സുഖം കിട്ടും. ഓക്കെ, ഒന്നും പറയാനില്ല. ഇളനീർ കുഴമ്പ് വെച്ചാലുള്ള എഫക്റ്റ്, ഞാൻ ഈ ഇളനീർ കുഴമ്പ്
പണ്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ചില സമയത്തൊക്കെ ഹണി ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പം മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് മറ്റേ ഇരട്ടി മധുരം എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല നീറ്റിലുണ്ടാവും. സോ അതൊക്കെ സഹിക്കാൻ കഴിയുന്നവർ ഈ ഒരു സംഭവം ചെയ്താൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സ്പൂൺ നിറച്ചൊക്കെ ഞാൻ കണ്ണിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സ്പെരിമെൻ്റ് ആണല്ലോ, അപ്പോൾ കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ട് ചെയ്തതാണ്. അത്രയ്ക്കൊന്നും വാരിക്കോരി ഒഴിക്കണ്ട, നല്ല സുഖം ഉണ്ടാവും, നല്ല നീറ്റിലുണ്ടാവും. സോ ഹണി എന്ന് പറയുന്ന സംഭവം പിഗ്മെൻറ്റേഷൻ, അതായത് ഡാർക്ക് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഡാർക്ക് കളറായിട്ടിരിക്കുന്ന ഐബോൾസൊക്കെ ലൈറ്റ് ആക്കും. അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു സംഭവം. ഓക്കെ, അതുകൊണ്ടല്ലേ കുറേ കറുത്തപാടൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഹണി കഴിച്ചാൽ ലൈറ്റ് ആവും. പക്ഷേ ചെയ്യാറില്ല, ചെയ്യണം. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഹിപ്നോകൈനസിസ്, ബയോകൈനസിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ചെയ്താൽ ഐ കളർ ചേഞ്ച് ആവുമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ എന്തോ ഐ ഹിപ്നോട്ടിസ് പോലത്തെ ഒരു സംഭവം, അതിനൊരു സോങ്ങും എന്തോ ഒരു മുഴക്കം, ഭയങ്കര ഒരു വൈബ്രേഷൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സോങ് വെച്ചിട്ട് ഇയർഫോൺ വെച്ചിട്ട് കുറേ നേരം അതിൽക്കന്നെ നോക്കിയിരിക്കാനൊക്കെ പറഞ്ഞു. അതൊന്നും ട്രൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് അത് പ്രാക്ടിക്കലല്ല. അത് നിങ്ങൾക്കറിയാലോ, സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും അത് പ്രാക്ടിക്കലല്ല. വെറുതെ ഒരു സാധനം അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന അങ്ങനെ ക്രോമസോംസ് ഒന്നും ചേഞ്ച് ആയിട്ട് അങ്ങനെ ഐ കളറൊന്നും ചേഞ്ച് ആകാൻ പോകില്ല. സോ അത് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ അത്യാവശ്യം ചിക്കിളിയുള്ള സ്ഥലത്ത് ആണെങ്കിൽ ഒരു സർജറി ചെയ്ത് ഐ കളർ ചേഞ്ച് ചെയ്യുന്നതാവും കുറച്ചുകൂടി നല്ലത്. പിന്നെന്താ, പിന്നെ വന്ന ഒരു എൻക്വയറി അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയ്യണോ ഓർ റോ ആയിട്ട് അങ്ങനെ തന്നെ ഒഴിച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് ഡിപ്പെൻസ്. ഓക്കെ, നിങ്ങൾ നല്ല സഹനശക്തിയുള്ളവരൊക്കെ ആണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാണ്ട് തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതും 2-3 drops ഒക്കെ മതി, ഓവറായത്. പിന്നെ അധികം നീറ്റിലൊന്നും സഹിക്കാൻ പറ്റാത്ത ടൈപ്പ് ആൾക്കാരാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കേട്ടിട്ടുള്ളൊരു ബ്രാൻഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡാബർ പോലത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിലത്തെ ഹണി വാങ്ങിച്ചിട്ട് ചെയ്താൽ മതി. ലോക്കൽ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചാൽ ചിലപ്പോൾ അത് ഒറിജിനൽ ഹണി തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ശർക്കരയൊക്കെ ഉരുക്കി ഒഴിച്ച ഒരു സംഭവമൊക്കെ. ശർക്കര കണ്ണിന് എത്ര നല്ലതാണെന്നൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. സോ അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹണി യൂസ് ചെയ്തിട്ട് ലിപ് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല, സീരിയസ്ലി. ലിപ് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സോ അത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. സോ ഡാർക്ക് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറയ്ക്കുമായിരിക്കും. ബെസ്റ്റ് വേ എക്സ്പ്ലോയിറ്റേഷൻ ആകുമ്പം എക്സ്ഫോളിയേഷൻ ആയിരിക്കും. എക്സ്ഫോളിയേറ്റ് ചെയ്യുക. എക്സ്ഫോളിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷുഗർ പ്ലസ് ഓയിൽ ചെയ്തിട്ട് ഒരു സ്ക്രബ് പോലെ ഉണ്ടാക്കിയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കോൾഗേറ്റും ബ്രഷും വെച്ചിട്ട് തേക്കുന്നത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ലിപ് ബാം വയ്ക്കുക. കോസ് ഭയങ്കര ഡ്രൈ ആവും. അത് നല്ലൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഹണി സീരിയസ്ലി എനിക്ക് അറിഞ്ഞൂടാ. ഇതെപ്പോഴും യൂസ് ചെയ്യണോ, സൈഡ് എഫക്ട്സ് ഉണ്ടോ, എക്സെട്ര എത്ര നേരം യൂസ് ചെയ്യണം, അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മേ ബി ടൈം ഉണ്ടെങ്കിൽ ഡെയിലി ചെയ്തോ. നമ്മൾ നോർമലി ഇളനീർക്കുഴമ്പ് ഒഴിക്കണ പോലെ തന്നെ 2-3 ഡ്രോപ്പ് ഓഫ് ഹണി ഒഴിക്കുന്നു, അത്രയേ ഉള്ളൂ. നാച്ചുറലാണ്. സോ നാച്ചുറൽ ഐറ്റം ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് അധികമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഹണി അലർജിക് ആയിട്ടുള്ള ആൾക്കാരുടെ കേസ് എനിക്കറിയാൻ പാടില്ല. ഹണി അലർജിക് ആണെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാവും നല്ലത്. എനിക്ക് അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. ഹണി ആയിട്ട് അലർജി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും എനിക്ക് കേട്ടിട്ടില്ല. സോ ഡെയിലി അല്ല, പറ്റുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. അങ്ങനെ ഡെയിലി ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെയ്താൽ കണ്ണ് കാണാണ്ടാവോ, കണ്ണടിച്ചു പോവോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഇതൊക്കെ ഭയങ്കര സില്ലി. എന്താ പറയുക, ഹണിയല്ലേ, പെട്രോളും ഡീസലൊന്നും അല്ലല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, നാച്ചുറൽ സംഭവമാണ്. കണ്ണിൽ ഒഴിച്ചു വെച്ചിട്ട് ഒന്നും പറ്റാൻ പോകുന്നില്ല. ട്രൈ ചെയ്ത് നോക്കിക്കോ. വെറുതെ ഇരിക്കല്ലേ, കൊറോണയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ മാറി. സോ ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ്
ആരൊക്കെ ചെയ്തു എന്ന് കമൻറ്റ് ബിലോ. ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആവും, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ആൻഡ് ആരോ എൻ്റെ മുടീനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ മുടി എത്ര വർഷമായി വളർത്താൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ആൻഡ് ഇടയ്ക്ക് വെച്ചിട്ട് എപ്പോഴോ വെട്ടിക്കളഞ്ഞ് കുറച്ച് ഒന്ന് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ആൻഡ് വേറെ എൻക്വയറീസ് ഓർ ക്വസ്റ്റ്യൻസ് എനിക്ക് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. നോട്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. വേറെ വല്ല ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വേറെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ആൻസർ തന്നിരിക്കും ഞാൻ. എല്ലാവരുടെയും കമൻറ്റ്സും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോ, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, സീനില്ല. ആൻഡ് ഇഷ്ടമായില്ലെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.